ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രി തതശ്ചിന്താതുരോ ഭൃശം. ധനാർത്ഥം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ധനത്തിൻ്റെ അർത്ഥം പകുതി തന്നെ, നേർപകുതി തന്നെ ധർമ്മമാർഗേണ എന്ന് പറഞ്ഞാൽ ദാനധർമാദികൾക്കായിക്കൊണ്ട് താഭ്യാം നീതം തഥാപിച്ച, താഭ്യാം അവർ രണ്ടുപേരും ചേർന്ന് നീതം കൊടുത്തു, തഥാപിച്ച എന്നിട്ടും അവർ രണ്ടുപേരും തങ്ങൾക്കുണ്ടായിരുന്ന ധനത്തിൻ്റെ പകുതി ഭാഗം തന്നെ അവർ ദാനധർമാദികൾക്കായി ചിലവഴിച്ചു. എന്നിട്ടും ന പുത്രോ നാപി വാ പുത്രി, ന പുത്രോ പുത്രനാകട്ടെ, ന അപി വാ പുത്രി ഒരു പുത്രിയാകട്ടെ ഉണ്ടായില്ല. ന എന്ന് പറഞ്ഞാൽ ഉണ്ടായില്ല. അതുകൊണ്ട് തതശ്ചിന്താതുരോ ഭൃശം, അതുകൊണ്ട് തന്നെ അവർ അതീവ ദുഃഖിതരായി ഭവിച്ചു. നോക്കൂ, ഒരു കാലത്ത് ഈ പത്നി എങ്ങനെയുള്ളവളായിരുന്നു? ദാനധർമാദികളിലൊന്നും തീരെയും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ അവനവൻ്റെ ജീവിതത്തിലൊരു ദുഃഖം വന്നപ്പോൾ അതിനും തയ്യാറായി. പക്ഷേ എന്നിട്ടും ഒരു പുത്രനാകട്ടെ പുത്രിയാകട്ടെ ഉണ്ടായില്ല. ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രി തതശ്ചിന്താതുരോ ഭൃശം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും സന്തതിഭാഗ്യമില്ലാതെ അവർ ദുഃഖിതരായിരുന്നു. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണ്, അതുകൊണ്ട് തതശ്ചിന്താതുരോ അതൊക്കെ എളുപ്പമുള്ളത് തന്നെയാണ്. ഇനി 23ാമത്തെ ശ്ലോകം. ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ മധ്യാഹ്നേ തൃഷിതോ ജാതസ്തടാകം സമുപേയിവാൻ. ഏകദാ സദ്വിജോ ദുഃഖാത്, ഏകദ ഒരിക്കൽ, സ എന്ന് പറഞ്ഞാൽ അവൻ, ആര്? ദ്വിജോ ആ ബ്രാഹ്മണൻ, ആ ആത്മദേവൻ എന്താ ചെയ്തത്? ദുഃഖാത് ദുഃഖത്തിൻ്റെ ഒരു ആധിക്യം കൊണ്ട് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ, ഗൃഹം ത്യക്ത്വാ വീടെല്ലാം ഉപേക്ഷിച്ച് വനം ഗതഃ വനത്തിൽ പോയി. എന്നിട്ട് മധ്യാഹ്നേ തൃഷിതോ, മധ്യാഹ്നേ ഒരു മധ്യാഹ്ന സമയത്തിൽ, തൃഷിതോ എന്താ? തൃഷിതോ ജാതസ്തടാകം, തൃഷിതോ ജാത ദാഹമുണ്ടായിട്ട്, തടാകം സമുപേയിവാൻ ഒരു തടാകത്തിൻ്റെ സമീപത്ത് അവർ എത്തിച്ചേർന്നു. ഒരു തടാകത്തെ പ്രാപിച്ചു. അവർക്ക് അപ്പോൾ നോക്കൂ, അവിടം വരേക്കും വനത്തിൽ ഏകദേശം എത്തിയിട്ടും അതുവരെയും ദാഹവും വിശപ്പും ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട് മറന്നുപോയി അവർ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ മധ്യാഹ്നേ തൃഷിതോ ജാതസ്തടാകം സമുപേയിവാൻ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗത അവിടെ ഒരു വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ജാതസ്തടാകം, അത് നോക്കൂ, ഇവിടെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്, അല്ലേ? ദുഃഖം, കനത്ത ദുഃഖമാകുമ്പോൾ വിശപ്പും ദാഹവും പോലും നമ്മളൊക്കെ മറക്കാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ ആ ആത്മദേവൻ എന്ന ബ്രാഹ്മണനും തൻ്റെ ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട്, തനിക്ക് അടക്കാനാവാത്ത ദുഃഖം കൊണ്ട് ഈ വഴിയുടനീളം അദ്ദേഹം വിശപ്പോ ദാഹമോ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഒരു മധ്യാഹ്നം വരെയും അങ്ങനെ നടന്നു. ഏകദേശം മധ്യാഹ്ന സമയമായപ്പോൾ അല്പം ദാഹം തോന്നിയിട്ട് തടാകത്തിൽ നിന്നും വെള്ളം എടുത്തു കുടിക്കാനായിട്ട് തടാകത്തിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 24ാമത്തെ ശ്ലോകം. പീത്വാ ജലം നിഷണ്ണസ്തു പ്രജാ ദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാഗതഃ. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്കും ഇതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷം ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചില മാറ്റിമറിക്കലുകൾക്ക് ജീവിതത്തിലെ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരായിട്ടുള്ളവർ. ഇവിടെയും ഒരു സജ്ജനം അങ്ങനെ കടന്നു വരികയാണ്. പീത്വാ ജലം നിഷണ്ണസ്തു, പീത്വാ
വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ജലം, അങ്ങനെ വെള്ളം നിഷണ്ണസ്തു പ്രജാദുഃഖേന കർഷിതഃ, നിഷണ്ണസ്തു വളരെ ദുഃഖിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രജാദുഃഖേന കർഷിതഃ, പ്രജാദുഃഖേന സന്തതികളില്ലെന്നുള്ള ആ ഒരു ദുഃഖം കൊണ്ട് കർഷിതഃ അത്യന്തം ദുഃഖിതനായിരുന്നു. അപ്പോൾ മുഹൂർത്താദപി തത്രൈവ, മുഹൂർത്താദപി, അതായത് മുഹൂർത്തം, ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 2 നാഴികയാണ്. അപ്പോൾ മുഹൂർത്താദപി തത്രൈവ, തത്ര ഏവാണ് തത്രൈവ, അങ്ങനെ മുഹൂർത്താദപി തത്രൈവ, മുഹൂർത്തം തത്ര അതിനുശേഷം, അതായത് ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 2 നാഴിക അവരങ്ങനെ വെള്ളം കുടിച്ച് ആ തടാകത്തിൻ്റെ കരയിൽ വിശ്രമിച്ചു. അവിടെ വന്ന അങ്ങനെ ഇരിക്കുമ്പോൾ തത്ര ഏവ, അവിടേക്ക് വന്നു ഒരാൾ. ആര്? സന്യാസി കശ്ചിദാഗതഃ, സന്യാസി, ഒരു സന്യാസി. കശ്ചിത എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നെന്നോ ആരാണെന്നോ ഒന്നും അറിയില്ല. ഒരു സന്യാസ വേഷധാരിയായിട്ടുള്ള ഒരാൾ ആഗതഃ എത്തിച്ചേർന്നു. കശ്ചിദാഗതഃ, കശ്ചിത് ആഗതഃ, ഇങ്ങനെ 2 വാക്കുകളുണ്ട് അവിടെ. അപ്പോൾ നോക്കി, ഇവർ ജലമൊക്കെ കുടിച്ച് ആ തടാകത്തിൻ്റെ കരയിൽ വിഷണ്ണരായി അങ്ങനെ ഏകദേശം ഒരു മുഹൂർത്തം 2 നാഴിക അവരങ്ങനെ ചിലവഴിച്ചു. ആ സമയത്ത് ഒരു 2 നാഴിക കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴവിടേക്ക് ഒരു സന്യാസ വേഷധാരിയായിട്ടുള്ള ഒരു സജ്ജനം എത്തിച്ചേർന്നു. ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പീത്വാ ജലം നിഷണ്ണസ്തു പ്രജാ ദുഃഖേന കർഷിതഃ മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിദാഗതഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർഷിതഃ, കശ്ചിദാഗതഃ, ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പകുതി ഹകാരത്തിൽ വായിക്കുക, വിസർഗമുണ്ട്. അതുപോലെ മുഹൂർത്താദപി, അവിടെ ദായ്ക്ക് അകാരം കൊടുക്കുക, മുഹൂർത്താദ് അപിയാണ്. ഇനിയും അടുത്ത ശ്ലോകം 25-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ. ഈ വന്നിരിക്കുന്ന സജ്ജനത്തെ കണ്ടപ്പോൾ, ഈ സന്യാസവേഷധാരിയെ കണ്ടപ്പോൾ, ദൃഷ്ട്വാ കണ്ടിട്ട്, പീതജലം തം തു വിപ്രോ, ആ ബ്രാഹ്മണൻ ജലമൊക്കെ കുടിച്ചതിന് ശേഷം, യാതസ്തദന്തികം, യാതഃ തത് അന്തികം, പോയി പ്രാപിച്ചു, തത് അന്തികം, ആ സന്യാസിവര്യൻ്റെ മുമ്പിൽ പോയി അങ്ങനെ നിന്നു. നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ, നത്വാ നമസ്കരിച്ചു, ച പാദയോസ്തസ്യ ആ പാദങ്ങളിൽ, തസ്യ ആ സന്യാസിയുടെ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് നിശ്വസൻ സംസ്ഥിതഃ പുരഃ, നിശ്വസൻ ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്ത്, സംസ്ഥിതഃ നിന്നു, എവിടെ? പുരഃ ആ സന്യാസിയുടെ മുൻപിൽ അങ്ങോട്ട് നിന്നു. നോക്കൂ, നമുക്ക് മറ്റൊരു മാർഗവും ഇല്ലാതെ വരുമ്പോൾ പറയില്ല, മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവന് കച്ചിത്തുരുമ്പും ആശ്രയമെന്ന് പറയുന്നത് പോലെ, ഈ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും കൂടി അവരെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു. ദാനധർമാദികളെല്ലാം ചെയ്തു, യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തി, പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. എന്നിട്ടും ഒരു സന്തതി സൗഭാഗ്യം ഉണ്ടായില്ല എന്ന് കണ്ടപ്പോഴാണ് വീട് വിട്ടിറങ്ങി ഈ വനത്തിലേക്ക് പോകുന്നത്. ആ വരുന്ന വഴി ഉച്ചവരേക്കും തങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ദാഹമോ വിശപ്പോ ഒന്നും അറിയാതെ അവരങ്ങനെ നടന്നു വന്ന് ഒരു മധ്യാഹ്നമായപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ഒരു അല്പം ദാഹം തോന്നി. തടാകത്തിൻ്റെ കരയിൽ വന്നിരുന്നു, വെള്ളം കുടിച്ചു, അവിടെ വിശ്രമിക്കുന്നു. ഒരു 2 നാഴിക കഴിഞ്ഞപ്പോൾ അവിടേക്കൊരു സന്യാസി വരുന്നു. ഇനിയും ഇത് ഈശ്വരനായിട്ട് നമുക്ക് മുൻപിൽ കൊണ്ട് തന്നതാവും. സന്യാസിയെ നമസ്കരിക്കുക, സങ്കടങ്ങൾ ഉണർത്തിക്കുക, ഈ സന്യാസി നമ്മളെ കരകയറ്റുമെന്ന് തോന്നിയത് കൊണ്ടാവാം. മറ്റൊന്നും ഞങ്ങൾക്കിനിയും മുമ്പിലില്ല, ഈ ജ്ഞാനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്ന് കരുതി അവിടെ നിന്നും വന്ന ആ സന്യാസിയുടെ പാദങ്ങളിൽ 2 പേരും വീണ് നമസ്കരിച്ചിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് ആ സന്യാസിയുടെ മുൻപിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒന്നും പറയുന്നില്ല, മൗനം പാലിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും സന്യാസിയുടെ തിരുവായ് മൊഴി ഞങ്ങളുടെ ദുഃഖത്തിനുള്ള അറുതി വരുത്തുമെന്നൊരു പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ.
ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിശ്വസൻ സംസ്ഥിത പുര, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇവിടെയും ഈ ആത്മദേവനും ധുന്ധുലീദേവിയും എന്താ കരുതുന്നത്? സന്യാസികളെന്ന് പറയുന്നതൊക്കെ തന്നെ മഹാജ്ഞാനികളാണ്, യോഗികളാണ്. അവരോട് നമ്മളൊന്നും പറയേണ്ടതില്ല. ത്രികാലജ്ഞാനികളായിട്ടുള്ള അവർക്ക് എല്ലാം അറിയാം. അപ്പോൾ തങ്ങളുടെ ദുഃഖം അറിഞ്ഞുകൊണ്ട് തങ്ങൾക്കൊരു മറുമരുന്ന്, തങ്ങളുടെ ഈ ദുഃഖത്തിൽ നിന്നും കരകയറാനുള്ള ഒരു ഉപായം ചൊല്ലിത്തരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ആത്മദേവനും ധുന്ധുലീദേവിയും ഈ സന്യാസിയുടെ മുൻപിൽ വന്നങ്ങനെ ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് വീണ് നമസ്കരിച്ച് ഒരു ദീർഘനിശ്വാസം വിട്ട് തൊഴുകൈകളോടുകൂടി അങ്ങനെ നിൽക്കുന്നത്. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.